കർത്താവിന്റെ തടവുകാരനായ ഞാൻ ഇനിമേൽ ദൈവജനത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എപ്പോഴും എളിമയോടും സൗമ്യതയോടും കൂടിയിരിക്കുക. ക്ഷമിക്കുകയും പരസ്പരം സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്യുക. ആത്മാവിലൂടെ നിങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ തന്നെ തുടരുവാൻ നിങ്ങൾക്കാവുന്നതെല്ലാം ചെയ്യുക. സമാധാനം നിങ്ങളെ ഒന്നാക്കി തീർക്കട്ടെ. ഏക ശരീരവും ഏക ആത്മാവുമാണുള്ളത്. ഏക പ്രത്യാശയ്ക്കായിട്ടാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. ഏക കർത്താവ്, ഏക വിശ്വാസം, ഏക സ്നാനവുമാണുള്ളത്. ഏക ദൈവവും എല്ലാറ്റിനും ഏക പിതാവും അവൻ എല്ലാറ്റിനെയും ഭരിക്കുന്നു. അവൻ എല്ലായിടവും എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നു. ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക വരം നൽകി. ഓരോരുത്തർക്കും എന്തു കൊടുക്കണമെന്ന് ക്രിസ്തു നിശ്ചയിച്ചത് തന്നെ ഓരോരുത്തർക്കും ലഭിച്ചു. അതുകൊണ്ട് തിരുവെഴുത്തുകളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അവൻ ആകാശത്തിന്റെ ഉന്നതങ്ങളിലേക്ക് പോയി, അവൻ തടവുകാരെ തന്നോടൊപ്പം കൊണ്ടുപോവുകയും ജനങ്ങൾക്ക് വരങ്ങൾ നൽകുകയും ചെയ്തു. അവൻ ഉയരത്തിലേക്ക് പോയി എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? ആദ്യം അവൻ ഭൂമിയിലേക്ക് താണു വന്നു എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് യേശു താഴേക്ക് വന്നു. അവൻ തന്നെയാണ് ഉന്നതങ്ങളിലേക്ക് പോയത്. അവൻ എല്ലാ സ്വർഗങ്ങൾക്കും മുകളിലേക്ക് ഉയർന്നു. എല്ലാറ്റിലും അവനെ തന്നെ നിറയ്ക്കാനാണ് ക്രിസ്തു അത് ചെയ്തത്. അതേ ക്രിസ്തു തന്നെ ജനങ്ങൾക്ക് വരങ്ങളും നൽകി. ചിലരെ അവൻ അപ്പോസ്തലന്മാരാക്കി, ചിലരെ പ്രവാചകരാക്കി, ചിലരെ സുവിശേഷ പ്രസംഗകരാക്കി, ചിലരെ ദൈവത്തിന്റെ ജനതയുടെ ആട്ടിടയന്മാരും അധ്യാപകരുമാക്കി. ശുശ്രൂഷകൾക്കായി ദൈവത്തിന്റെ വിശുദ്ധ ജനത്തെ തയ്യാറാക്കുവാനാണ് ക്രിസ്തു ആ വരങ്ങൾ നൽകിയത്. ക്രിസ്തുവിന്റെ ശരീരത്തെ ശക്തമാക്കാനാണ് അവൻ ആ വരങ്ങൾ നൽകിയത്. നാം എല്ലാവരും ദൈവപുത്രനെ കുറിച്ചുള്ള വിശ്വാസത്തിലും അറിവിലും ഒരുമിക്കും വരെ ഈ ജോലി തുടരേണ്ടതുണ്ട്. നാം എല്ലാവരും ക്രിസ്തുവിനെ പോലെ പക്വതയും പൂർണ്ണതയും ഉള്ളവരായി വളരണം. അപ്പോൾ നാം ഇനിയും ശിശുക്കളായിരിക്കില്ല. തിരമാലകളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉഴലുന്ന കപ്പൽ പോലെ മാറുന്നവരായിരിക്കുകയുമില്ല. നാം നമ്മെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നവരുടെ പുതിയ പ്രബോധനങ്ങൾക്കും നാം വശംവദരാവുകയില്ല. തെറ്റായൊരു മാർഗത്തിലേക്ക് ആളുകളെ നയിച്ച് മണ്ടന്മാരാക്കാനുള്ള എല്ലാവിധ തന്ത്രങ്ങളും അവർ ഒരുക്കുന്നു. ഇല്ല, നമ്മൾ സത്യം സ്നേഹത്തോടെ സംസാരിക്കും. എല്ലാ തരത്തിലും ക്രിസ്തുവിനെ പോലെ നാം വളരും. ക്രിസ്തു ശിരസും നമ്മൾ ശരീരവുമാകുന്നു. ശരീരം മുഴുവൻ ക്രിസ്തുവിനെ ആശ്രയിച്ചിരിക്കുന്നു. ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഒന്നിച്ചു ചേർത്തിരിക്കുന്നു. ഓരോ ശരീരഭാഗവും അതാതിന്റെ ജോലി ചെയ്യുന്നു. മുഴുവൻ ശരീരത്തെയും സ്നേഹത്തിൽ ശക്തിപ്പെടുത്തി വളരാൻ അത് സഹായിക്കുന്നു. കർത്താവിനായി ഞാൻ ഇത് നിങ്ങളോട് പറയുകയും അതിൽ ഊന്നുകയും ചെയ്യുന്നു. അവിശ്വാസികളെ പോലെ ഇനിയും ജീവിക്കരുത്. നിഷ്ഫലമായ ചിന്തകളാണ് അവരുടേത്. അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. കേൾക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതിനാൽ ദൈവം നൽകുന്ന ജീവിതത്തെ നേടാൻ അവർക്കാവില്ല. അവർക്ക് ലജ്ജ നഷ്ടപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ ജീവിതത്തെ തെറ്റ് ചെയ്യാനായി അവർ ഉപയോഗിക്കുന്നു. കൂടുതൽ കൂടുതൽ തെറ്റുകൾ ചെയ്യാനാണ് അവർക്ക് താല്പര്യം. എന്നാൽ ക്രിസ്തുവിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ആ ചീത്ത കാര്യങ്ങൾ പോലെയല്ല. അവനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ അവനിൽ എന്നവണ്ണം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതെ, സത്യം യേശുവിലാകുന്നു. നിങ്ങളിലെ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുകയും അശുദ്ധ കർമ്മങ്ങൾ ചെയ്തു ജീവിക്കാതിരിക്കുകയും ചെയ്യാൻ നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദുഷ്പ്രവർത്തികൾ മൂലം ആളുകൾ വഞ്ചിതരാകുന്നതിനാൽ ആ പഴയ ജീവൻ നശിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പുതുക്കം പ്രാപിക്കുവാൻ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പുതിയ മനുഷ്യനാകാൻ നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ പോലെ യഥാർത്ഥത്തിൽ നല്ലതും പരിശുദ്ധവുമാകും വിധം യഥാർത്ഥ നന്മയോടെ ആ പുതിയ വ്യക്തി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ നുണ പറയുന്നത് നിങ്ങൾ നിർത്തണം. എല്ലായ്പ്പോഴും പരസ്പരം സത്യം പറയുക.
കാരണം ഒരേ ശരീരത്തിൽ കഴിയുന്നവരാണ് നാം. കോപം ഉണ്ടാകുമ്പോൾ പാപം ചെയ്യാൻ ഇടയാകരുത്. ദിവസം മുഴുവൻ കോപം വച്ചുകൊണ്ടിരിക്കുകയും അരുത്. പിശാചിന് നിങ്ങളെ പരാജയപ്പെടുത്താൻ ഇട നൽകരുത്. മോഷ്ടാവ് മോഷണം നിർത്തണം, എന്നിട്ട് അവൻ ജോലി ചെയ്യണം. അവൻ തന്റെ കൈ നന്മ എന്തെങ്കിലും ചെയ്യാൻ ഉപയോഗിക്കട്ടെ. അപ്പോൾ തനിക്കുള്ളത് പാവങ്ങൾക്ക് പങ്കുവെക്കാൻ അവന് കഴിയും. ദുഷിച്ച സംസാരം നിങ്ങൾ നടത്താതിരിക്കുക. മറ്റുള്ളവരെ ശക്തരാക്കും വിധം വേണ്ട കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നവരെ അത് സഹായിക്കും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നിങ്ങൾ ദൈവത്തിൻ്റെതാണെന്നുള്ള ദൈവിക സാക്ഷ്യമാണ് പരിശുദ്ധാത്മാവ്. തക്ക സമയത്ത് ദൈവം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നുള്ളതിന് സാക്ഷ്യമായാണ് ദൈവം ആ ആത്മാവിനെ നിങ്ങൾക്ക് തന്നത്. ശത്രുത, ക്രോധം, കോപം എന്നിവ ഒരിക്കലും കാട്ടാതിരിക്കുക. കോപിച്ചലറുകയോ മറ്റുള്ളവരെ വേദനിപ്പിക്കും വിധം എന്തെങ്കിലും പറയുകയോ ചെയ്യരുത്. ദുഷ്ടതകളൊന്നും പ്രവർത്തിക്കുകയും അരുത്. പരസ്പരം ദയാലുക്കളും ലോലഹൃദയരുമാവുക. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുക. എഫേസ്യർ അധ്യായം 5.